പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളെ എല്ലാവരെയും പുന്നമടയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പുന്നമട ഇത്തവണ ചരിത്രം എഴുതുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എനിക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, എസ് വിജയകുമാർ. ഇതിന്റെ ആവേശവും ചൂടും പുന്നമടക്കായലിൽ മാത്രമല്ല നമ്മുടെ മലയാളി ഭവനങ്ങളിലും ഒക്കെ സന്നിവേശിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നമ്മുടെ ഭാഗത്തുണ്ടാകും. 24 എല്ലാവിധമായ സജ്ജീകരണങ്ങളും സാങ്കേതികമായി ഇറക്കിയിട്ട് നമ്മുടെ ഓമന ക്യാമറയുടെ ക്യാമറയുണ്ട്, മേഘമാളികളിലെ ക്യാമറയുണ്ട്, പക്ഷേ ചില നിയന്ത്രണങ്ങളൊക്കെ ഇത്തവണ ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറ ഒളിഞ്ഞു നോക്കിയത് കഴിഞ്ഞ തവണ ഇവർ കണ്ടു അല്ലേ? മേഘമാളിയിലിടയിലുള്ള സാധനം അവർ എടുത്തു മാറ്റിയെന്ന് തോന്നുന്നു. എന്നാലും ക്യാമറകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ തേടി വരും. ഈ ആനാരി ചുണ്ടനും മറ്റുള്ള എല്ലാ ചുണ്ടന്മാരും അല്ലേ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബും എല്ലാം ഏറ്റുമുട്ടുന്ന സമയത്ത് ചുണ്ടന്മാരുടെ കളി, ചുണ്ടന്മാരുടെ മത്സരം അതിന്റെ കരുത്തിൽ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ കാണുന്നത് 100% നെഹ്റു ട്രോഫി ജലമേള. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ശരിയാണ്, കോ സ്പോൺസർഡ് ബൈ മ്യൂച്വൽ ഫണ്ട് ശരിയാണ്, അദാനി, അംബുജ പ്ലസ് സിമിൻ. ഓക്കെ, അപ്പൊ റെഡിയാണല്ലോ? ഓക്കെ വിജയകുമാർ, ശരിയാ. അവിടെ ചുണ്ടൻ വള്ളങ്ങൾ മുഴുവൻ 21 ചുണ്ടൻ വള്ളങ്ങളും അണിനിരക്കുകയാണ്. അതില് ഭൂരിഭാഗം ചുണ്ടൻ വള്ളങ്ങളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു ചുണ്ടന്മാർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 21 ചുണ്ടന്മാരുടെ മാർച്ച് പാസ്റ്റ്, മനോഹരമായ കാഴ്ച, ആകാശത്തിന് കീഴെ 21 ചുണ്ടന്മാരുടെ അഭ്യാസ പ്രകടനം. രാജാക്കന്മാരെ പോലെ, പ്രജാപതികളെ പോലെ 21 പേർ അങ്ങനെ നിരന്ന് കിടക്കുക. പ്രൗഢിയാണ്, പ്രൗഢി. പതാക ഉയർത്തി, അവിടെ പതാക ഉയർത്തി. ഇടയ്ക്ക് ചോദിക്കട്ടെ, നമ്മുടെ തലക്കെട്ടടിക്കാൻ സമയമായോ? ആയിട്ടുണ്ട്. ഈശ്വര പ്രവർത്തനം ഉണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് പതാക ഉയർത്തി, മാർച്ച് പാസ്റ്റ് തുടങ്ങാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യ ഹീറ്റ്സിലേക്കാണ്. ഹീറ്റ്സ് തുടങ്ങിയാൽ പിന്നെ നമുക്ക് മനീഷ് മഹിപാൽ ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുകയാണ്. മനീഷ് മഹിപാൽ കുറച്ചു നേരമായി അസ്വസ്ഥനായി നിൽക്കുകയാണ്. മനീഷ് മഹിപാൽ പറഞ്ഞോളൂ, അവിടെ നിന്നുള്ള വിവരങ്ങൾ. കായിക ആവേശം നമ്മളിലേക്കൂടെ, നമ്മുടെ സിരകളിലേക്കൂടെ അടിച്ചു കയറ്റൂ അല്ലേ? സന്നിവേശിപ്പിക്കൂ. വള്ളംകളിയാണ് ലഹരി, വള്ളം കളിയാണ് ലഹരി, മയക്കുമരുന്നല്ല. വള്ളംകളിയാണ് ലഹരി. അത് നന്നായി, തകർത്തു. പറഞ്ഞോളൂ. അതേ, വള്ളംകളി തന്നെയാണ് ലഹരി. ഇപ്പോൾ ഇതാ ഒരു പുതിയ വാർത്ത നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. പുന്നമടയിൽ ഇതാ ഓളങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ 1ാം ഹീറ്റ്സ് മത്സരം ആരംഭിക്കും. ഇവിടെ ഈശ്വര പ്രാർത്ഥന പൂർത്തിയായി. ഇപ്പോൾ ഇനി ട്രാക്ക് എൻട്രി ഒക്കെ തന്നെ കഴിഞ്ഞ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും ആദ്യ ഹീറ്റ്സിൽ പങ്കെടുക്കാൻ എത്തുന്നു. ആവേശഭരിതമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില റെക്കോർഡുകൾ കൂടി ഇത്തവണ ഉണ്ടാകുമോ എന്നാണ് ആളുകൾ നോക്കിക്കാണുന്നത്. എല്ലാവരും ചർച്ച ചെയ്യുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ പറ്റിയും UBCയെ പറ്റിയൊക്കെ തന്നെ ആണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വില്ലേജ് ബോട്ട് ക്ലബിനെയും KTBCയും ഒക്കെ തന്നെ നമുക്ക് തള്ളിക്കറയാൻ സാധിക്കാത്ത പ്രധാനപ്പെട്ട ചുണ്ടൻ വള്ളങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ക്ലബ്ബുകൾ വന്ന് ഒരു റെക്കോർഡ് ഇടുമോ അല്ലെങ്കിൽ മാറ്റിമറിക്കുമോ, വലിയ വെല്ലുവിളി ഉയർത്തുമോ എന്നത് ആരാധകർ നോക്കി നിന്ന് കാണുന്ന ഒരു കാര്യമാണ്. പള്ളാത്തുരുത്തിയെ സംബന്ധിച്ച് അവർക്ക് ചരിത്ര വിജയം കൂടി കരസ്ഥമാക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ. കാരണം അവർ തുഴയുന്ന മേൽപ്പാടം ചുണ്ടൻ വിജയിച്ചാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടിയ ക്ലബ്ബ് PBC ആകും. ഒപ്പം തന്നെ ഡബിൾ ഹാട്രിക് നേടുന്ന ആദ്യ ടീം എന്ന പ്രത്യേകത കൂടി അവർക്ക് എത്തിച്ചേരുന്നു എന്ന കാര്യമുണ്ട്. പക്ഷേ UBC കൂടി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഏറ്റവും കൂടുതൽ വിജയങ്ങളുള്ള ക്ലബ്ബാണ് UBC കൈനകരിയും BBCയും ഒക്കെ തന്നെ കുട്ടനാടിന്റെ മാനസ പുത്രന്മാരാണ്. അവരെ തള്ളിക്കൊണ്ട് മറ്റൊരു ക്ലബിന് പുന്നമടയിലെ രാജാവാകാൻ കഴിയുമോ എന്നത് മറ്റൊരു ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാണികൾക്കിടയിൽ വിവിധ തരം ക്ലബ്ബുകളെ സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരുണ്ട്. ചുണ്ടൻ വള്ളങ്ങളെ ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ തന്നെ ആദ്യ ഹിറ്റ്സിലെ വള്ളത്തിനപ്പുറത്തേക്ക് 3ാം ഹിറ്റ്സിലെയാണ് അവർ ഓളങ്ങൾക്ക് തീ പിടിക്കുക നോക്കിക്കാണുന്നത്. കാരണം അവിടെ അന്ന് മത്സരിക്കുക തലവടി ചുണ്ടനും മേൽപ്പാടം മത്സരിക്കുന്നു. അവിടെ UBC കൈനകരിയും PBCയുടെ ചിറകിലാണ് ഈ 2 ചുണ്ടൻ വള്ളങ്ങൾ എത്തുന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ 3ാം ഹീറ്റ്സിലായിരിക്കും ഈ 6 ഹീറ്റ്സിലെയും ഏറ്റവും വലിയ പോരാട്ടം നടക്കുക 3ാം ഹീറ്റ്സിലായിരിക്കും. അതിൽ 1ാമത് ആരെത്തുന്നതിനപ്പുറം സമയമായിരിക്കും ഏറ്റവും വലിയ മാനദണ്ഡമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ മൈക്രോ സെക്കൻഡുകൾക്ക് പിന്നിലായി പോയി പരാജിതരായി മടങ്ങേണ്ടി വന്ന BBC വില്ലേജ് ബോട്ട് ക്ലബിന് ഇത്തവണ അത് മധുര പ്രതികാരത്തിന്റെ കൂടി പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി രാഗി മിനുക്കി പുന്നമടയിലെ ഓളങ്ങളിലേക്ക് അവർ ഇറങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പ്രതികാരത്തിന്റെ പക കൂടി
ഉണ്ട്. ഇത് സൗഹൃദത്തിന്റെ മത്സരം കൂടിയാണെങ്കിലും അവർക്കത് അവരുടെ കരയിലേക്ക് ഇത്തവണ നെഹ്റുവിന്റെ ഒപ്പമതിഞ്ഞ ആ കിരീടം അല്ലെങ്കിൽ ആ ഒരു കപ്പ് എത്തിക്കേണ്ടത് അവരുടെ അഭിമാന പ്രശ്നമാണ്, അവരുടെ കരയുടെ അഭിമാനത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ VBC കപ്പടിക്കുമോ, VBC പള്ളാത്തുരുത്തിയെ വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കുമോ, ആരാകും മുന്നിൽ ആരാകും പിന്നിൽ എന്ന് ആരാധകർ നോക്കി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മിനിറ്റുകൾക്കകം ഈ മത്സരം നടക്കുമ്പോൾ ഈ കരകളിൽ നിന്നും ആരാധകർ ആർത്തു വിളിക്കും, ആര് ജയിക്കും, ആര് പിന്നിലാകുമെന്നുള്ള കാര്യം. ഒപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരണം ബോട്ട് ക്ലബ്ബ് അത് അപ്പർ കുട്ടനാടിന്റെ മാനസപുത്രനാണ്. അതുകൊണ്ട് നിരണം ക്ലബിനെയും തള്ളിക്കളയാൻ സാധിക്കില്ല. നിരണം ക്ലബ്ബ് തുഴയുന്നത് നിരണം ബോട്ട് ക്ലബ്ബാണ്. നിരണം ക്ലബ്ബും കപ്പടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്താണെങ്കിലും അല്പനിമിഷത്തിനകം തന്നെ ഒന്നാം ഹിറ്റ്സ് മത്സരം ആരംഭിക്കും. SK